എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ആദ്യം തന്നെ ഡെഡ്പൂൾ 1ഉം 2ഉം നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. പിന്നെ ലോഗൻ എന്ന സിനിമയും. ഈ 3 സിനിമയും കണ്ടിട്ട് വേണം ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണാൻ. അല്ലെങ്കിൽ 3 സിനിമകളുടെ എക്സ്പ്ലനേഷൻ കണ്ടാലും മതി. വേറെ പല ചാനലിലും അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് വേണം ആദ്യം ഈ വീഡിയോയിലേക്ക് കടക്കാൻ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്നും മറ്റതും മറിച്ചതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ കൂടുതലൊന്നും ലേഖാക്കാണ്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വെയ്ഡ് വിൽസൺ അഥവാ നമ്മളുടെ ഡെഡ്പൂളിനെയാണ്. പുള്ളി വന്നിട്ട് വോൾവറിൻ്റെ കല്ലറ മാന്തുന്നുണ്ട്. വോൾവറിനെ കൊണ്ട് എന്തോ ഒരു ആവശ്യം അവനക്ക് സാധിപ്പിച്ചെടുക്കാനുണ്ടെന്നർത്ഥം. പക്ഷെ പുള്ളിയാണെങ്കിൽ മരിച്ചിട്ട് കുറേ കാലമായി. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. മൂപ്പർക്ക് ഈ ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ കല്ലറുടെ ഉള്ളിലേക്ക് കിടന്ന് ജീവൻ വെക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഡെഡ്പൂൾ കുഴി തോണ്ടുന്നത്. എന്നാൽ അതിനകത്തെ കാഴ്ച കണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കാരണം ഇതാണ് അവസ്ഥ. അതിനകത്ത് വോൾവറിൻ്റെ മെറ്റൽ ബോൺസ് മാത്രം അസ്ഥിയായിട്ടുണ്ട് അങ്ങേര്. ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് വോൾവറിൻ്റെ ഡെഡ് ബോഡി, അതായത് ഈ അസ്ഥികൂടവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഡെഡ്പൂള്. ഈ സമയത്താണ് അങ്ങോട്ട് TVA അഥവാ ടൈം വേരിയൻസ് അതോറിറ്റി എന്ന ഗ്രൂപ്പ് വരുന്നത്. നമ്മളുടെ ഈ ഭൂമി മാത്രമല്ല, വേറെയുണ്ട് കുറേ ഭൂമികൾ. അതായത് വേറെ യൂണിവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്നൊക്കെ വേണേൽ വിളിക്കുക. ഈ മൾട്ടിവേഴ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഈ TVA പരിഹരിക്കുക. അതാണ് അവരുടെ ജോലി. പക്ഷെ ഇവരെന്തിനായിരിക്കും ഡെഡ്പൂളിനെ തിരക്കി വന്നിട്ടുണ്ടാവുക? നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഇവർ വരുന്നു. ഡെഡ്പൂളിനോട് വെപ്പൺസ് ഒക്കെ നിലത്ത് വെച്ച് കീഴടങ്ങാൻ പറയുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. ഇതും പറഞ്ഞ് വോൾവറിൻ്റെ അസ്ഥിയാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. ശേഷം അതിലെ ഓരോ മെറ്റൽ ബോൺസ് കൊണ്ട് എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തന്മാർ ആസനത്തിൽ വരെ എല്ല് കയറ്റുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് അവിടെ കിടന്ന് ഡാൻസും. തല്ല് ഡാൻസ്, തല്ല് ഡാൻസ്. ഒരുത്തനുമായിട്ട് കൊന്നിട്ട് അവനുമായിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഡെഡ്പൂളാണല്ലോ, ഇതൊക്കെ ഇല്ലേലാണ് അത്ഭുതം. കാരണം പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെ എല്ലാത്തിനെയും കൊല്ലുന്നുണ്ട്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക്. എന്തിനാണ് ഇവന്മാർ ഡെഡ്പൂളിനെ തിരക്കി വരുന്നതെന്ന് അറിയണ്ടേ? സോ കഥ ബാക്കിലോട്ട് പോകുന്നു. അതും 2018ലേക്ക്. ആ ഒരു സമയത്താണ് കഴിഞ്ഞ ഡെഡ്പൂൾ സിനിമയിലെ ഇവൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ടൈം മെഷീൻ ഉപയോഗിച്ച് ഫ്രണ്ട്സിനെയും ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. കാരണം കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. സോ ഡെഡ്പൂൾ 2 നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീണ്ടും പറയുകയാണ്. അങ്ങനെ 2018 ആ ഇവൻസിന് ശേഷം അവൻ വന്നിട്ടുള്ളത് ഹാപ്പിയെ കാണാനാണ്. അതെ, സ്പൈഡർമാനിലെ അതേ ഹാപ്പി തന്നെ. അതും എർത്ത് 616ലേക്ക്. അവിടെയാണ് അവെഞ്ചേഴ്സൊക്കെ ഉള്ളത്. മറ്റേ കേബിളിൻ്റെ ടൈം മെഷീൻ ഉപയോഗിച്ചാണ് കേട്ടോ അവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഡെഡ്പൂളിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് അവനെ വേണ്ട. സോ തൻ്റെ ഈ കോമഡി പറയുന്ന ലൈഫ് ഒന്ന് മാറ്റണം അവന്. സോ അവെഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് ആള്. എനിക്ക് അവെഞ്ചർ ആവണം, അതാണ് എൻ്റെ ആവശ്യം. വെയ്ഡ്, അവെഞ്ചർ ആവേണ്ടത് നിൻ്റെ ആവശ്യമല്ല, അവെഞ്ചേഴ്സിനെ ജനങ്ങൾക്കാണ് ആവശ്യം. സോ ഇവിടെയുള്ള വ്യത്യാസം കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും ഒരു അവെഞ്ചർ ആവാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡെഡ്പൂളിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. ഡെഡ്പൂൾ അവൻ്റെ തന്നെ യൂണിവേഴ്സിൽ എത്തിയിട്ടുണ്ട്. ശേഷം ആ ടൈം മെഷീൻ നശിപ്പിക്കുകയും ചെയ്തു. അതായത് കേബിളിൻ്റെ ടൈം മെഷീൻ. അത് മാത്രമല്ല, ഡെഡ്പൂൾ എന്ന ഒരു ലൈഫ് അവൻ മുഴുവനായിട്ടും വിട്ടു. ജസ്റ്റ് വെയ്ഡ് വിൽസൺ മാത്രം ഒരു വിഗും വെച്ച് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് നടക്കുകയാണിപ്പോൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ ബോറിംഗ് ലൈഫ്. ഇങ്ങേരാണ് പീറ്റർ, ഇവൻ്റെ ഫ്രണ്ടാണ് കേട്ടാ. പുള്ളിക്ക് ഇവനാണ് ഡെഡ്പൂൾ എന്നൊക്കെ അറിയാമെന്ന് മാത്രമല്ല, നീ ഡെഡ്പൂൾ ആവ്, അതാണ് രസം, നമ്മളൊക്കെ ഡെഡ്പൂൾസ് അല്ലേ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ വീടാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് ലോസ്റ്റ് ആയിട്ടൊക്കെയാണ് നടക്കുന്നത്. ആ ഒരു ലൈഫ് അവനക്ക് വേണ്ടാന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഡെഡ്പൂളിലെ ഇവിടെ ഡെഡ്പൂളായ ഞാൻ തന്നെ ഭ്രാന്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെയ്ഡും പീറ്ററും കൂടെ വെയ്ഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇന്ന് വെയ്ഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. പക്ഷെ പോകുന്ന സമയത്ത് ഒരു സബ്വേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് അവനെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിലെത്തി. അവിടെ ഏതാ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ ഇപ്പം ഗേൾ ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. ഇവളിപ്പോൾ വേറെ സെറ്റായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് TVA വന്നിട്ട് വാതിൽ കൊട്ടുന്നത്. തുറന്ന പാടുതേ ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന TVA ഇവൻ കാണുന്നത്. ഓ, ബർത്ത്ഡേക്കൊന്ന് ഡാൻസേഴ്സ് ആവൂലേ, വാ അകത്തോട്ട് വാ എന്നൊക്കെയാണ് വെയ്ഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ വെപ്പൺസ് എടുക്കാന്ന് മാത്രമല്ല, അവൻ്റെ പിറകിൽ നിന്ന് വന്ന് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അതും പാരഡോക്സ് എന്നയാളുടെ അടുത്തോട്ട്. ഞാൻ പാരഡോക്സ്, ഇതാണ് ടൈം വേരിയൻസ് അതോറിറ്റി, സേക്രഡ് ടൈം ലൈൻ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് കേട്ടേക്ക് അവൻക്ക് ഒരു കാര്യം മനസ്സിലായി. 2018 കേബിൾ എന്ന് പറയുന്നവൻ്റെ ടൈം മെഷീൻ ഉപയോഗിച്ചാണ്
വേഡ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും ഫ്രണ്ട്സിനൊക്കെ രക്ഷിച്ച്. സോ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതാവൂലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. സേക്രഡ് ടൈം ലൈൻ നീ വല്ലാതെ മിസ്യൂസ് ചെയ്തു. പക്ഷെ അതിനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നടക്കാൻ പോകുന്ന സേക്രഡ് ടൈം ലൈൻ്റെ ദാരുണമായ വിധി നീയാണ് തടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ജോയിൻ ചെയ്യ്. ഹീറോസിൻ്റെ ഇടയിൽ ഒരു ഹീറോ ആയിട്ട് മാറാൻ നിനക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേഡിനാണേൽ നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട്. ഒരു ഫെയിലിയർ ആയവനെ ഒരു ഹീറോ ആക്കാമെന്നാണ് പാരഡോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പറഞ്ഞതിൻ്റെ ശേഷം അങ്ങേര് കുറേ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മളുടെ അവെഞ്ചേഴ്സിൻ്റെ. ഇതൊക്കെ കണ്ടിട്ട് പുള്ളിയാണേൽ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ടി വിയെ കുറച്ച് ദിവസമായിട്ട് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്ക്രീനിൽ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഡെഡ്പൂളിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. നേരത്തെ കണ്ട സബ്വേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് ഇവരുടെ ഒരു ഔട്ട് പോസ്റ്റാണ്. അപ്പോഴാണ് മറ്റൊരു ദൃശ്യം അവന് കാണിച്ചു കൊടുക്കുന്നത്. തോറിരുന്ന് കരയുന്നുണ്ട്. അതും മരിക്കാൻ പോകുന്ന ഡെഡ്പൂളിനെ മടി കിടത്തിയിട്ട്. ഇത് കണ്ടേക്ക് ഇവൻ ഞെട്ടുകയാണ്. പക്ഷെ അപ്പോഴേക്കും അത് നീ കാണണ്ട, ഫ്യൂച്ചർ ആണെന്നും പറഞ്ഞതങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് പാരഡോക്സ്. എന്നിട്ട് പറയാണ്, നിന്റെ ടൈം ലൈനിൽ നിന്നും പുറത്തു വന്ന് എൻ്റയർ യൂണിവേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ നീ തയ്യാറാണോ? ഇത് കേട്ടേക്ക് വേഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ഓ, ഇനി അങ്ങോട്ട് ഞാനാണല്ലേ അപ്പം മാർവലിൻ്റെ ജീസസ്. പുള്ളി ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല, ഓൾറെഡി മാർവല് നല്ലവണ്ണം പൊട്ടി പാളീസായിട്ട് ഇരിക്കുകയാണ്. സോ അവരെ ഒന്ന് മേലോട്ട് ഉയർത്താൻ വേണ്ടി ഡെഡ്പൂൾ സിനിമ കൂടിയേ തീരുള്ളൂ. അങ്ങനെ വേഡിന് പാരഡോക്സ് ഒന്നുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള സ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അത് വിട്ട് പാരഡോക്സിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ജോലി ചെയ്യുന്നൊക്കെ ഓക്കെ, പക്ഷെ ഒരാഴ്ച ജോലി ഒരാഴ്ച ലീവ്. അപ്പോൾ എനിക്ക് നാട്ടിലൊന്ന് പോവാലോ. വേഡ്, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇനി നിനക്ക് പോവാൻ നിൻ്റെ നാടുണ്ടാവില്ല. ഇത് കേട്ടേക്ക് വേഡ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ സമയത്താണ് പാരഡോക്സ് ഒരു സിഗ്നൽ കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ലൈൻസ് ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കാണിച്ചു കൊടുത്തിട്ട് പാരഡോക്സ് പറയാണ്, നീ ഈ ലൈൻസ് കുറയുന്നത് കണ്ടോ? ഇതാണ് നിൻ്റെ യൂണിവേഴ്സ്. അവിടെയുള്ള ആങ്കർ ബീയിങ് മരിച്ചുകൊണ്ട് നിൻ്റെ യൂണിവേഴ്സും പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആങ്കർ ബീയിങ്ങോ എന്ന് വെച്ചാൽ എന്താ? ഓരോ യൂണിവേഴ്സിനെയും താങ്ങി നിർത്തുന്ന പ്രത്യേക കഴിവുള്ള മനുഷ്യരുണ്ട്. അവർ മരിച്ചാൽ പതിയെ പതിയെ യൂണിവേഴ്സും ഇല്ലാതാവും. ഇത് കേട്ടേക്ക് ഡെഡ്പൂൾ വിചാരിക്കുന്നത് ഈ പറയുന്ന ആങ്കർ ബീയിങ് അവനാണെന്നാണ്. കാരണം അവൻ്റെ യൂണിവേഴ്സിൽ അവൻ അത്രയും പവർ ഉണ്ട്. അങ്ങനെ ഡെഡ്പൂൾ പറയാണ്, നിങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യം, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ആങ്കർ ബീയിങ് ആയ ഞാൻ മരിച്ചാലല്ലേ എൻ്റെ നാടും നശിക്കത്തുള്ളൂ. ഇത് കേട്ടേക്ക് പാരഡോക്സ് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇവനല്ല ഈ പറയുന്ന ആങ്കർ ബീയിങ്. എടാ മണ്ട, നിന്റെ യൂണിവേഴ്സിലെ ആങ്കർ ബീയിങ് നീയല്ല, ലോഗൻ അഥവാ വോൾവറിനാണ്. വോൾവറിൻ മരിച്ച കാരണം നിന്റെ യൂണിവേഴ്സും പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000 വർഷമൊക്കെ ബാക്കിയുള്ളൂ. ഇത് കേട്ടേക്ക് ഡെഡ്പൂളിന് വലിയ കൂസലൊന്നുമില്ല. 1000 വർഷമല്ലേ, എന്തായാലും അത്രയും കാലമൊന്നും അവൻ്റെ ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ടും ജീവനോടെ ഇരിക്കത്തില്ല. സോ സംഭവം സേഫാണ്. ഈ സമയത്താണ് പാരഡോക്സ് ഒരു കാര്യം പറയുന്നത്. ഈ 1000 വർഷം ഞാനങ്ങ് വെട്ടിച്ചുരുക്കി 72 മണിക്കൂറാക്കിയാലോ? ഇതും പറഞ്ഞൊരു ടൈം റിപ്പർ മെഷീൻ അവൻ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഓരോ യൂണിവേഴ്സും പതിയെ പതിയെ മരിക്കുന്നത് കണ്ട് മടുത്തെനിക്ക്. പകരം ഒറ്റയടിക്ക് കൊല്ല, അതും ഈ ടൈം റിപ്പർ മെഷീൻ ഉപയോഗിച്ച്. ചുരുക്കി പറഞ്ഞ മെഴ്സി കില്ലിങ്. പക്ഷെ ഇതൊന്നും TV അതോറിറ്റിക്ക് അറിയില്ല. നിനക്ക് വേണേൽ നിന്റെ വീട്ടിലോട്ട് പോവാം, അവരുടെ കൂടെ മരിക്കാം. അതല്ലാന്നുണ്ടേൽ നീ എൻ്റെ കൂടെ നിൽക്ക്, നിന്നെ ഞാനൊരു ഹീറോ ആക്കി മാറ്റാം. സോ നിൽക്ക്. ഇത് കേട്ടപാട് ഡെഡ്പൂൾ പറയാണ്, ഞാൻ റെഡിയാണ്. പക്ഷെ അതൊന്നും നിന്റെ കൂടെ നിൽക്കാനല്ല, വോൾവറിനെ കണ്ടുപിടിച്ച് ലൈഫിലോട്ട് തിരിച്ചു കൊടുന്ന് ആങ്കർ ബീയിങ് ആക്കാൻ. ഇതും പറഞ്ഞ് പാരഡോക്സിന്റെ മൂക്കിനിട്ട് ഒരു പണി കൊടുക്കുന്നു. അപ്പം തന്നെ പോർട്ടൽ തുറക്കാൻ ഉപയോഗിക്കുന്ന ഫോണ് അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങ് ക്യാച്ച് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. ഇത് കണ്ടപാട് ഡെഡ്പൂളിനെ കണ്ടുപിടിക്കാൻ പാരഡോക്സ് ഓർഡർ ഇടുന്നുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ടാണ് വോൾവറിൻ്റെ കല്ലറ മാന്താൻ വേണ്ടി ഡെഡ്പൂൾ ഇറങ്ങി തിരിച്ച്. പക്ഷെ അവിടുന്ന് കിട്ടുന്ന വെറും എല്ലാണല്ലോ. എന്നാൽ ജീവനുള്ള വോൾവറിനെ കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പല പല യൂണിവേഴ്സിലോട്ട് മറ്റേ പോർട്ടൽ ഫോൺ ഉപയോഗിച്ച് കയറി ചെല്ലുന്നുണ്ട്. ചെല്ലാന്ന് മാത്രമല്ല, പല വോൾവറിനെ മീറ്റ് ചെയ്യുന്നു. പക്ഷെ ആദ്യത്തെ ലോഗനെ കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഹൈറ്റ് ഇല്ലാത്ത ചെറിയൊരു മനുഷ്യൻ. സോ അങ്ങേര് പെർഫെക്റ്റ് അല്ല. രണ്ടാമത്തതാണേലോ ഒരു ഭ്രാന്തൻ വോൾവറിന്. കണ്ടപാടി ഇവനെടുത്തിട്ട് അങ്ങ് പെരുമാറുന്നുണ്ട്. മൂന്നാമത്തതാണേൽ ഒറ്റക്കണ്ണുള്ളവൻ. സോ അവനും വേണ്ട. അങ്ങനെ കുറെ വോൾവറിമാര്, വയസ്സൻ, കുരിശി തറച്ചവൻ. ഒരുത്തനാണേൽ ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഹൾക്കിൻ്റെ സ്വഭാവം അറിയാലോ, എടുത്തിട്ടങ്ങ് പെരുമാറുന്നുണ്ട്. അങ്ങനെ അവസാനം കറക്റ്റ് വോൾവറിൻ്റെ ഗെറ്റപ്പ് കാണുന്നുണ്ട്. ബൈക്ക്, സിഗാറ്, മസില്, വൈറ്റ് ബനിയന് എന്ന് വേണ്ട കറക്റ്റ് ലോഗൻ്റെ ഗെറ്റപ്പ്. പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സൂപ്പർമാനായിട്ട് അഭിനയിക്കുന്ന ഹെൻറി കാവിൽ ഉണ്ടല്ലോ,
കറക്റ്റ് ആ ഒരു രൂപമാണ്. എന്നാൽ അത് അങ്ങേര് തന്നെയായിരുന്നു. സോ അങ്ങേരും വരുന്നുണ്ട് മാർവലിലോട്ട്, അതും കാവലറി എന്ന് പറയുന്ന വോൾവറിൻ ലെജൻഡായിട്ട്. പക്ഷെ ഇവന്മാരൊക്കെ കൂടെ ഡെഡ്പൂളിനെ അടിച്ചൊരു പരുവാക്കുന്നുണ്ട്. മരിക്കില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആളെല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു വോൾവറിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, അതും ഒരു പെർഫെക്റ്റ് വൺ. അങ്ങേരാണേലും ഒരു ബാറിലാണ്, പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അവൻ വോൾവറീനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡെഡ്പൂളിൻ്റെ എൻട്രി. വാ നമുക്ക് പോവാം. ഡേയ് നീ ഏതാ? എനിക്ക് നിന്നെ ആവശ്യമാണ്. നീ ഇല്ലെങ്കിൽ എൻ്റെ എൻ്റയർ യൂണിവേഴ്സ് ഇല്ലാതാവും. സോ വാ എന്നും പറഞ്ഞുകൊണ്ട് ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വോൾവറീനാണ് ആള്. വെറുതെ വിടോ, അവൻ്റെ ക്ലോസ് അങ്ങ് പുറത്തെടുക്കുന്നുണ്ട്. പക്ഷെ മുഴുവനായിട്ടും പുറത്തേക്ക് വരുന്നില്ല, കാരണം അത്രയും അധികം കുടിച്ചിട്ടുണ്ട്. ഈ പാതി വന്ന ക്ലോസ് കണ്ടപാട് ഡെഡ്പൂൾ ആണെങ്കിൽ കുറേ കളിയാക്കുന്നു. എന്നാ പിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ഒരു ഫുൾ ബോട്ടിൽ അങ്ങ് മൂന്നുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ പാമ്പായ ലോഗനെ പിടിച്ച് പൊക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഡെഡ്പൂൾ ശ്രദ്ധിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, വോൾവറിൻ്റെ പഴയ സ്യൂട്ടാണ്, അതും കോമിക്കിലെ സ്യൂട്ട്. അങ്ങനെ അവനെയും കൊണ്ട് നേരെ ടി വിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആങ്കർ ബീയിങ്ങിനെ ഞാൻ കൊണ്ടുവന്നു. മരിച്ചുപോയ ലോഗന് പകരം ആങ്കർ ബീയിങ് ഇവനായിക്കോളും. ഡേയ് നീ ഏത് ലോഗനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇവനെ എന്തിനാടാ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവൻ്റെ ലോകത്ത് ഇവനാണ് വേഴ്സ്റ്റ് വോൾവറിൻ, തൻ്റെ ലോകത്തിനോട് നെറികേട് കാട്ടിയവൻ. നീ ഏതവനെ കൊണ്ടുവന്നാലും ഞാൻ അക്സെപ്റ്റ് ആക്കിയിരുന്നു. പക്ഷെ ഇതുപോലൊരു സാധനത്തിന് ഡെഡ്പൂളെ ഒരിക്കലും നടക്കത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് ഡെഡ്പൂള്. നിനക്ക് ഞാൻ ഓൾറെഡി ഒരു ചാൻസ് തന്നതാണ്. എൻ്റെ സുപ്പീരിയർ പറയുന്നു നിനക്ക് ഏതോ ഫ്യൂച്ചർ സെർവ് ചെയ്യാനുണ്ടെന്ന്, നീ വലിയ മറ്റവനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ സെലക്ട് ചെയ്ത്. ഇനി നിനക്ക് ചാൻസ് ഇല്ല. ശരി, ഓക്കെ, ഞാൻ നിങ്ങളുടെ സുപ്പീരിയറിനെ അറിയിച്ചോളാം എന്നും പറഞ്ഞ് മറ്റേ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പാരഡോക്സ് വെപ്പൺ ഉപയോഗിച്ച് അവൻ എങ്ങോട്ടോ പറഞ്ഞയക്കുന്നു. ഇത് കണ്ടപാട് ബോധം വന്ന വോൾവറിൻ ചോദിക്കുകയാണ്, അവനെവിടെ? ഇതും പറഞ്ഞ് പാരഡോക്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഡെഡ്പൂളിന് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവനോടും ചെയ്യുന്നത്. അങ്ങനെ വോൾവറിന് ബോധം വന്നു. ഡെഡ്പൂളിനാണെങ്കിൽ ബോധം വരുന്നേ ഉള്ളൂ. ലോഗൻ ഒരു കൈ തന്ന് സഹായിക്കോ? സഹായം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ഒരു കൈക്ക് പകരം രണ്ട് കൈയും വയറ്റിലേക്ക് കുത്തിയിറക്കി അവനെ അങ്ങ് പൊക്കുന്നുണ്ട്. ഇവർ നോക്കുമ്പോൾ ഇവരാണെങ്കിൽ മാഡ് മാക്സ് സിനിമയുടെ സെറ്റി വന്ന അവസ്ഥയായിരുന്നു. കണ്ടില്ലേ? എടോ, നമ്മളിത് എവിടെയാണ്? എനിക്കെങ്ങനെ അറിയാനാ? കണ്ടിട്ടൊരുമാതിരി മാഡ് മാക്സ് പടം പോലെ ഉണ്ടല്ലേ. ഇത് കേട്ട വോൾവറിൻ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ ഡെഡ്പൂൾ പറയാണ്, നീ ഒന്ന് നിർത്ത്. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും മരിക്കാൻ പോവാണ്. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഓ, ഇതാവൂലേ നീ നിന്റെ ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അവർ നിന്നെ ഇത്രയും വെറുക്കുന്നത്. ഇത് വോൾവറിൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ വയറ്റിലേക്ക് ക്ലോസ് അങ്ങ് കുത്തിയിറക്കുന്നു. പക്ഷെ ഡെഡ്പൂൾ അപ്പം തന്നെ ബെൽറ്റ് അടിച്ച് ഗണ്ണെടുത്ത് അവൻ്റെ വയറ്റിലേക്ക് ബുള്ളറ്റ് മൊത്തം കയറ്റാണ്. പിന്നെ വോൾവറിൻ ഒന്നും നോക്കിയില്ല, ഡെഡ്പൂളിനെടുത്ത് അങ്ങ് എറിയുന്നുണ്ട്. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. വോൾവറിൻ വരുന്നു, അകത്തോട്ട് കയറിയ ബുള്ളറ്റ് മൊത്തം പുറത്തേക്കിടുന്നു. ഡെഡ്പൂൾ ആണേലോ സ്ലോ മോഷനിൽ ഗണ്ണങ്ങ് റീലോഡാക്കുന്നു. പിന്നെ അവിടെ ഒരു ഒന്നൊന്നര ഫൈറ്റാണ്. വാള് കയറ്റുന്നു, കത്തി കയറ്റുന്നു, ഷൂട്ട് ചെയ്യുന്നു. മൊത്തത്തിൽ പറഞ്ഞ ഒരു ചോര കളിയാണ് അവിടെ. പക്ഷെ ഒടുവിൽ ഡെഡ്പൂളിൻ്റെ തല ഇറക്കാൻ പോവുകയാണ് വോൾവറിൻ. അപ്പോഴേക്കും അവനൊരു കാര്യം പറയുന്നുണ്ട്, ലോഗൻ നിർത്ത്. എൻ്റെ യൂണിവേഴ്സിന് ടി വിയെക്കാർക്ക് രക്ഷിക്കാന്നുണ്ടെങ്കിൽ നിന്റെ പാസ്റ്റും അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. സോ എൻ്റെ കൂടെ നിൽക്ക്. നിന്റെ പാസ്റ്റ് ചേഞ്ച് ആക്കി നിന്നെ നല്ലവനാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ സമയത്താണ് മേളീന്നൊരു വിളി. നമ്മൾ തമ്മിലടിച്ച് യാതൊരു കാര്യമില്ല. ഇവനെ കണ്ടപാട് ഡെഡ്പൂളാണേലോ, ഇതങ്ങേരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ്. ഈ സമയത്താണ് ഒരു കൂട്ടം വില്ലന്മാർ അങ്ങോട്ട് വരുന്നത്. ഇത് ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലാൻഡിങ് ഉണ്ട് മറ്റേ പുള്ളി. അത് വേറെ ആരുമല്ല, ക്യാപ്റ്റനാണ്. ഇതേ സമയം കുറേ പേരങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഇവരെ പിടിച്ചോണ്ട് പോകാനാണ്. അങ്ങനെ ഇവനെ എതിർക്കാൻ വേണ്ടി ക്യാപ്റ്റൻ മുന്നിലോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ക്യാപ്റ്റൻ അല്ലായിരുന്നു, ഫെൻറ്റാസ്റ്റിക് ഫോറിലെ ജോണിയായിരുന്നു. അവനവൻ്റെ തീയിൻ്റെ പവർ കൊണ്ട് അവരെ എതിർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. ഇതേ സമയം സേബർ ടൂത്ത് എന്ന വോൾവറിൻ്റെ ബ്രദർ അതേ ഗ്യാങ്ങിലുണ്ടായിരുന്നു. അവനും വരുന്നുണ്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. പക്ഷെ പുഷ്പം പോലെ അവൻ്റെ തല ഇറക്കുന്നുണ്ട് വോൾവറിൻ. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക മാഗ്നറ്റ് ഉപയോഗിച്ച് ഇവരെ ട്രാപ്പിലാക്കുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോണി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ സ്ഥലമാണ് വോയിഡ്. ഇവിടെ വെറും ആവശ്യമില്ലാത്ത വേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. പിന്നെ മൾട്ടിവേഴ്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മളെപ്പോലുള്ളവരെ ടി വിയെക്കാർ ഇങ്ങോട്ടയക്കും. നമ്മളെ കൊണ്ടുപോകുന്നത് കസാൻഡ്രയുടെ അടുത്തോട്ടാണ്. കസാൻഡ്ര അവൾ ചില്ലറക്കാരിയല്ല. അവളുടെ അടുത്ത് പെട്ടുപോയാൽ പിന്നൊരു തിരിച്ചുവരവില്ല.
അതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ അലായത്ത് എന്ന് പറയുന്ന മോൺസ്റ്ററും ഉണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? കുറെ പേര് രക്ഷപ്പെടാനായിട്ട് ബോർഡർ ലാൻഡ്സിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ കസാൻഡ്രയുടെ സ്ഥലത്തെത്തി. അവിടെ അതാ ആൻമാന്റെ വലിയൊരു സ്യൂട്ട്. അതാണ് കസാൻഡ്രയുടെ സാമ്രാജ്യം. അങ്ങനെ അതിനകത്തുനിന്ന് ഒരാൾ വീൽ ചെയറിൽ വരുന്നുണ്ട്. കറക്റ്റ് പ്രൊഫസർ ചാൾസിനെ പോലെ. എന്നാൽ അത് ചാൾസ് അല്ലായിരുന്നു, കസാൻഡ്രയാണ്. ഇവള് നമ്മളുടെ ചാൾസിന്റെ ട്വിൻ സിസ്റ്റർ കൂടിയാണ്. പക്ഷെ അവർ തീരെ ചേരത്തില്ലാട്ടാ. അത് മാത്രമല്ല, ഇവള് ചെറുപ്പം മുതലേ ഈ വോയിഡിനകത്താണ്. അതുകൊണ്ട് തന്നെ ഈ വോയിഡ് അവൾക്ക് വീടായിട്ടൊക്കെയാണ് അവൾ കണക്കൂട്ടുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഡെഡ്പൂള് ഒരാവശ്യമില്ലാണ്ട് ജോണിയെ പറ്റി പറയുന്നത്. കസാൻഡ്ര വളരെ വൃത്തികെട്ട മനുഷ്യനാണെന്നും അവളെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നും എന്നൊക്കെ ജോണി ഞങ്ങളോട് പറഞ്ഞു. ഇത് കേട്ടപാട് കസാൻഡ്ര വെറുതെ ഇരിക്കോ? ജോണിയുടെ എല്ലും തോലും വേറെയാക്കുന്നുണ്ട്. സംഭവം ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡെഡ്പൂൾ നോക്കിയതാണ്. പക്ഷേ ഇപ്പം അവൻ്റെ കാരണം ജോണി മരിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് കറുത്ത മേഘങ്ങളും ഇടിമിന്നലും. അതാണ് അലായത്ത്. അങ്ങനെ ഡെഡ്പൂൾ പറയാണ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാത്തിനെയും തീർക്കും. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനൊക്കെ പറ്റും, പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ഈ വോയിഡ് എൻ്റെ വീടാണ്. ഇവിടെയാണെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ ചാൾസൂല. ഇവിടെ ഞാൻ രാജാവാണ്. ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് എടുക്കുന്നുണ്ട് ലോകണ്ണ്. പിന്നെ പറയണ്ടല്ലോ, ക്ലോസ് പുറത്തെടുക്കുന്നു, കൊല്ലാൻ വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ കൈകൊണ്ട് അവനെ കൺട്രോൾ ചെയ്ത് ഭൂമിക്കടിയിലോട്ട് അങ്ങ് പറഞ്ഞയക്കുകയാണ്. ഇത് കണ്ടപാട് ഡെഡ്പൂളാണേലോ, അതെ ഞാൻ ഡീസൻ്റാ, അതുപോലെയൊന്നുമല്ല, എന്നെ വെറുതെ വിടണം, എനിക്കൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി. അത് നടക്കത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ തലയ്ക്കുള്ളിലോട്ട് കൈയിടുന്നുണ്ട്. ഡെഡ്പൂളാണേൽ ഒടുക്കത്തെ വേദനയിലാണ്. വേദന മാത്രമല്ല, ചാൾസ് ഒരു തോട്ട് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മൈൻഡിൽ കയറുക. പക്ഷെ കസാൻഡ്രയാണേലോ അവളുടെ വിരലുകൾ ഉപയോഗിച്ചു. അങ്ങനെ അവൻ്റെ മൈൻഡിലോട്ട് കയറുന്നു. അവൻ്റെ പ്രശ്നം എന്താണെന്ന് അവൾ മനസ്സിലാക്കി. അതായത് ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ഇഷ്യൂസ്, അവൻ്റെ ഫെയിലറായിട്ടുള്ള ലൈഫ്. അതുമാത്രമല്ല, അവൻ്റെ ഗേൾ ഫ്രണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല പച്ചയ്ക്ക് അങ്ങ് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതും അവനെ വേണ്ടാന്ന് പറയുന്ന ഡയലോഗ്. എന്താണോ ഗേൾ ഫ്രണ്ടിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് അങ്ങ് പുറത്ത് കാണിക്കുന്നുണ്ട് ഈ കസാൻഡ്ര. ഇതൊക്കെ അറിയുമ്പോൾ ഡെഡ്പൂളിനാണെങ്കിൽ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. അവൻ കത്തിയെടുക്കുന്നു. അപ്പം തന്നെ വോൾവറിൻ അവൻ്റെ ക്ലോസ് അകത്തോട്ട് കയറ്റുന്നുണ്ട്. എന്നാൽ കസാൻഡ്രയാണേലോ ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അവൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരൊറ്റ തട്ട് വോൾവറിൻ തെറിച്ച് പോകുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് അലായത്ത് വരുന്നത്. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതെ, അലായത്ത് വരുന്നത് റെന്റ് കളക്ട് ചെയ്യാനാ. ബൈ ദ വേ, നിങ്ങളാണ് ഇന്നത്തെ റെന്റ്. ഇതും പറഞ്ഞ് അവളകത്തോട്ട് കയറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ, ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അലായത്തിന് റെന്റായിട്ട് ഭക്ഷണം കൊടുക്കണം. ഈ സമയത്ത് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഒളിക്കുന്നുണ്ട്. അപ്പോഴാണ് എക്സ്മെനിലെ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നത്. അങ്ങനെ വോൾവറിൻ പോകുന്നു. ഒരു മെഷീൻ എങ്ങനെയൊക്കെയോ ചവിട്ടി ഓണാക്കുന്നു. അതിമ പിടിച്ച് മേളിലോട്ട് പറന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട ഡെഡ്പൂളാണേലോ ഓടിപ്പോകുന്നു. അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ തൽക്കാലത്തിന് രണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഡെഡ്പൂളിൻ്റെ കത്തിയാണെങ്കിൽ നൈസായിട്ട് വോൾവറിൻ്റെ ചന്തിയിൽ കയറുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ചന്തി സേഫാണ്. വോൾവറിനാണെങ്കിലോ ഇവിടെ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനി നമ്മൾ എവിടെ പോയാലും നീ സംസാരിക്കില്ല, ഞാൻ മാത്രമേ സംസാരിക്കൂ, മനസ്സിലായോ? നിന്റെ ഒടുക്കത്തെ സംസാരം കൊണ്ടാ ആ ജോണി കൊല്ലപ്പെട്ട്. അപ്പം എങ്ങനെ? ജോണി പറഞ്ഞതുപോലെ ബോർഡർ ലാൻഡ്സിൽ പോകുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു, ടിവിയക്കാരുടെ അടുത്തോട്ട് പോകുന്നു, എൻ്റെ പാസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയല്ലേ? ഇത് കേട്ടപാട് ഡെഡ്പൂളാണേലോ ഒന്നും മിണ്ടുന്നില്ല. കാരണം മിണ്ടരുതെന്ന് വോൾവറിൻ തന്നെയാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വോൾവറിൻ ആണെങ്കിൽ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. പരമാവധി ആ വോൾവറിനെ വെറുപ്പിച്ച് ഭ്രാന്താക്കുക. പെട്ടെന്നാണ് വോൾവറിന് ഫുഡിൻ്റെ സ്മെല്ല്. നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ആൾക്കാരൊന്നും ഇല്ലാട്ടാ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡ് കിട്ടുന്നു. വോൾവറിനാണെങ്കിൽ ആൽക്കഹോൾ കിട്ടാണ്ട് ഭ്രാന്ത് എടുക്കുന്നുണ്ട്. അവൻ തെരഞ്ഞ് അവസാനം മറ്റേ ഫസ്റ്റ് എയ്ഡിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഇല്ലേ, അതാണ് കിട്ടുന്നത്. പക്ഷേ അവൻ അത് മതി, അത് കുടിക്കുന്നു, അടങ്ങുന്നു. ഈ സമയത്താണ് ഡെഡ്പൂൾ അവൻ്റെ സ്റ്റോറി മുഴുവനായും പറയുന്നത്. അത് മാത്രമല്ല അവൻ പറയുന്നത്, ഞങ്ങളുടെ ലോകത്ത് വോൾവറിൻ ഒരു ഹീറോ ആണ്. അല്ല, നിങ്ങളുടെ യൂണിവേഴ്സിലെ ലോഗണിന് എന്താണ് പറ്റിയത്? അങ്ങേര് മരിച്ചു. X-23 എന്ന കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വോൾവറിൻ്റെ ജീവൻ അവൻ ബലി കൊടുത്തു. ഈ X-23 എന്ന് പറയുന്നത് നിന്റെ അതേ വെർഷൻ തന്നെയാണ്, പക്ഷെ കുറച്ച് സീനാണ്. ആ സമയത്താണ് അങ്ങോട്ട് ഒരു പട്ടി ഓടി വരുന്നത്, അതും ഡെഡ്പൂളിൻ്റെ കോസ്റ്റ്യൂമിൽ. ഇനി ഈ പട്ടിയായിരിക്കോ ഈ വോയിഡിലെ ഡെഡ്പൂള്? എന്തായാലും ഈ പട്ടിയെ കണ്ട ഡെഡ്പൂള് നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവൻക്ക് ഈ പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് വേറൊരു ഡെഡ്പൂള് വരുന്നത്. എന്നാൽ കറക്റ്റ് വേഡ് വിൽസൺ, അതും നല്ലൊരു ഫേസിൽ. ഇതൊക്കെ കണ്ടിട്ട് അവനാകെ ഞെട്ടിപ്പോവാണ്. ഒന്നാമത് മാസ്ക് ഇല്ല,
പിന്നെ ഇവന്റെ കയ്യിലാണെങ്കിൽ നല്ല കിടിലൻ ഗോൾഡൻ പിസ്റ്റലും. അങ്ങനെ അങ്ങേര് പറയാണ്, ഓ നിങ്ങളും ഡെഡ്പൂൾ ആണല്ലേ, ഞാനും ഡെഡ്പൂളാ. പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് കൂൾപൂൾ എന്നാണ്. കാരണം എൻ്റെ ഈ ഫേസ് കണ്ടില്ലേ, എത്ര ക്യൂട്ടും പ്രെട്ടിയുമാണ് ഞാൻ. ഈ ഫേസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ റിസ്ക് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പട്ടി ഉണ്ടല്ലോ, അതെൻ്റെയാണ്. അവൻ്റെ പേരാണ് ഡോഗ് പൂൾ. വന്നേ, പപ്പയുടെ അടുത്തോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാണ് അവിടെ. പട്ടിയാണേൽ വീടിൻ്റെ വായി കയറി നക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഈ സമയത്ത് ഇങ്ങേരാണേൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നൊക്കെ ഓക്കെ, പക്ഷെ ഡെഡ്പൂളിൻ്റെ വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഇവിടെ. അവന്മാരുടെ ഫ്രണ്ടിലൊന്നും പോയി പെടണ്ട, പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണില്ല. അത്രയും ഭ്രാന്തന്മാരാ ഈ ഡെഡ്പൂൾസ് മുഴുവൻ. എല്ലാത്തിനും ഇല്ലാണ്ടാക്കും അവർ. അതെ, ഞങ്ങൾക്ക് ബോർഡർലാൻഡിലേക്ക് എത്തണം, വല്ല വഴിയുണ്ടാ? സിമ്പിൾ, ഇവിടുന്ന് കുറച്ചുള്ളൂ, ഞാൻ വേണേൽ എൻ്റെ വണ്ടി തരാം. ഇതും പറഞ്ഞ് ഇങ്ങേര് വണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പട്ടിയെ തിരിച്ചു തരാൻ പറയുന്നു. പക്ഷെ വേഡിനാണേൽ കൊടുക്കാൻ ഭയങ്കര മടി. പക്ഷെ വോൾവറിൻ അതങ്ങ് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേഡ് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതേലും കാലത്ത് പറ്റിയ ഈ പട്ടിയുടെ പുതിയ പപ്പ ഞാനായിക്കോളാം. എനിക്കെന്ത് പറ്റാനാ? നിനക്ക് വൈകാതെ പലതും പറ്റൂടാ തെണ്ടി. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഓൾറെഡി ഗോൾഡൻ പിസ്റ്റൽ കണ്ടിട്ട് നല്ലവണ്ണം മോഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പട്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും കാർ എടുക്കുന്നു, പുറപ്പെടുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഡെഡ്പൂൾ ഒരു കാര്യം പറയുന്നത്. അതെ, ടി വിയെക്കാർ നിന്റെ പാസ്റ്റ് റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നീ ആദ്യം ചെയ്യുക? റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്പം നിനക്ക് ഉറപ്പില്ലേ? അത് പിന്നെ എല്ലാം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. സോ ചുരുക്കി പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പുള്ളി ഒരു നുണ പറഞ്ഞതാണ്. ഈ ടി വിയെക്കാരത് സെറ്റാക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. എടാ തെണ്ടി എന്നും പറഞ്ഞ് അവൻ്റെ കാലിലോട്ട് ക്ലോസ് കുത്തി ഇറക്കുന്നുണ്ട് വോൾവറിന്. ഈ സമയത്ത് ഡെഡ്പൂൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വോൾവറിൻ്റെ തലയിലോട്ട് കയറുന്നില്ല എന്ന് മാത്രമല്ല, അവൻ പറയാണ്, എടാ വെറുതെ അല്ലടാ നിന്നെ അവഞ്ചേഴ്സിലും എക്സ്മെനിലും ഒന്നും എടുക്കാത്ത സ്വഭാവം ഇതാണല്ലോ. 200 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നു, ഇതുപോലെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നീ മരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴേ ഞാൻ നിന്നെ കൊന്നേരുന്നു. പക്ഷെ അതിനും പറ്റുന്നില്ലല്ലോ പണ്ടാരം. സ്വന്തം റിലേഷൻഷിപ്പ് പോലും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത നീയാണ് അവഞ്ചേഴ്സും എക്സ്മാനും. ഇത് ആ അവസാനം പറഞ്ഞത് ഡെഡ്പൂളിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട്. വോൾവറിൻ തിരിച്ചു. പിന്നെ ആ കാറിനകത്ത് തല്ലുമാലയാണ്. അടി എന്നെ അടി, ചോരക്കളിയാണ് അതിനകത്ത്. അങ്ങനെ ഇവന്മാരുടെ തല്ലവസാനിക്കുന്നത് പിറ്റേ ദിവസമാണ്. രണ്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ആ ടൈമിലാണ് ആരോ ഒരാൾ ഇവരുടെ കാർ ഓടുക്കനെ കൊണ്ടുപോകുന്നത്. ബോധം വന്ന് നോക്കുമ്പോൾ ഇവർ വേറെ ഏതോ സെറ്റപ്പിലാണ്. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. പക്ഷെ അവനെ അങ്ങോട്ട് അടിച്ചിടുകയാണ്. അതും മാർവലിൻ്റെ പഴയ ലെജൻഡായ എലക്ട്ര. അവള് മാത്രമല്ല, വേറൊരു ലെജൻഡും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ബ്ലേഡാണ്. ഇവർക്ക് പുറമെ വേറൊരുത്തം കൂടെ വരുന്നുണ്ട്, ഗാംബിറ്റ്. അവൻ കാർഡ്സ് ഉപയോഗിച്ച് മാജിക്കിലൂടെ ആരെ വേണേലും തീർക്കും. അതാണ് അവൻ്റെ പവർ. ഈ സമയത്ത് ഇവർ പറയാണ്, ഞങ്ങളല്ല നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ 4-മനാണ്. ആ ടൈമിലാണ് 4-മൻ വരുന്നത്. അത് വേറെ ആരുമല്ല, X-23 ആണ്, അഥവാ ലോറ. അതായത് ലോഗൻ സിനിമയിലെ ആ കുട്ടി തന്നെ. ഇതൊക്കെ കണ്ടിട്ട് ഇവരാണേൽ ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ബ്ലേഡ് പറയാണ്, ഒരു ദിവസം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ടി വിയെക്കാരെത്തി. എന്നോടൊന്നും പറഞ്ഞില്ല, എന്നെ നേരെ വോയിഡിലേക്ക് തട്ടി. എൻ്റെ യൂണിവേഴ്സ് അവസാനിക്കാൻ പോവുകയെന്ന് അവരുറപ്പിച്ചു. അത് ഫൈറ്റ് ചെയ്യാൻ കൂടെ അവരെന്നെ സമ്മതിച്ചില്ല. കാരണം മൾട്ടിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമെന്ന് അവർക്കറിയാം. ഇതൊക്കെ തന്നെയാണ് എലക്ട്രയുടെ അവസ്ഥ. പക്ഷെ ഗാംബിറ്റ് അങ്ങനെയല്ലാട്ടാ. അവൻ വർഷങ്ങളായിട്ട് ഇതിനകത്താണ്. എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് പോലും അവനക്ക് കറക്റ്റ് അറിയില്ല. ഈ സമയത്ത് ഡെഡ്പൂൾ പറയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരു ടീമായിട്ട് കസാൻഡ്രയെ ഇല്ലാതാക്കി ഇവിടുന്ന് രക്ഷപ്പെടാം. അവൾക്ക് മാത്രമേ ഞങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ കഴിയൂ. അവൾ തന്നെയാണ് ഇത് ഞങ്ങളോട് പറഞ്ഞത്. അവളുടെ ആ വൃത്തികെട്ട പവർ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമുക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റും. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഓൾറെഡി അതിനു വേണ്ടിയിട്ട് പണിഷറും ഡെയർഡെവിളും പിന്നെ പോരാത്തിന് ജോണിയും ശ്രമിച്ചതാണ്. ജോണിന്ന് കേട്ടപ്പോൾ തന്നെ ഡെഡ്പൂൾ പകച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവൻ്റെ ഒടുക്കത്തെ സംസാരം കൊണ്ടാണ് ജോണി വെറും എല്ലായി തീർന്നത്. പക്ഷെ അവൻ അതും ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് എലക്ട്ര പറയാണ്, കസാൻഡ്രയുടെ പവർ കൺട്രോൾ ചെയ്യണമെങ്കിൽ മാഗ്നീറ്റോയുടെ ഹെൽമെറ്റ് വേണം. പക്ഷെ മാഗ്നീറ്റോ കൊല്ലപ്പെട്ടു. അവൻ്റെ ഹെൽമെറ്റ് പണ്ടേ കസാൻഡ്ര ഉരുക്കി കളയുകയും ചെയ്തു. അവൾക്കറിയായിരുന്നു അത് അവൾക്കൊരു ഭീഷണിയാണെന്ന്. ഇനിയിപ്പോൾ ഒരൊറ്റ വഴി മാത്രം, അവളുടെ കൂട്ടത്തിലെ ജഗർനോട്ട് എന്ന് പറയുന്നവൻ്റെ ഹെൽമെറ്റ് കിട്ടണം. അതെടുത്ത് അവൾക്ക് അണിഞ്ഞു കൊടുത്താൽ അവളുടെ പവർ കുറയും. ഇത് കേട്ടേക്ക് ഡെഡ്പൂൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് ഒപ്പം നിർത്തുന്നു. ബ്ലേഡും എലക്ട്രോയാണേൽ അവരുടെ ലെഗസി എഴുതാൻ പോവുകയാണ്. എന്തിന്? ലോറ വരെ റെഡിയാണ്. നല്ല കിടിലൻ BGM ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. ഈ സമയത്ത് വോൾവറിൻ പറയാണ്, എല്ലാം കൂടെ ചാവാനാ പോകുന്നത്.
ഒന്നും മിണ്ടാതിരിക്കടോ പണ്ടാരം. ഡെഡ്പൂളിൻ്റെ ആ മൂടങ്ങ് കളയുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. വോൾവറിൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ലോറ അവനെ കാണാൻ വരുന്നത്. ഈ സമയത്ത് ലോഗൻ അവൻ്റെ കഥ പറയുന്നുണ്ട്. ആദ്യം തന്നെ അവൻ്റെ സ്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്മെൻ ടീമിലെ സ്കോട്ടും ജീനും എല്ലാവരും ഈ സ്യൂട്ട് ഇടാൻ എന്നെ കുറേ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. എനിക്കിത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മനുഷ്യന്മാർ നമ്മളെപ്പോലുള്ള മ്യൂട്ടൻസിനെ ഹണ്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. അന്ന് കുറേ കുടിച്ചിരുന്നു ഞാൻ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ടീംമേറ്റ്സിൻ്റെ ഡെഡ് ബോഡിയാണ്. അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ജീവനോടെ ഇരുന്നായിരുന്നു. അവരെ ഓർമ്മിക്കാൻ എൻ്റെ കയ്യിൽ ഈ സ്യൂട്ട് മാത്രമേ ഉള്ളൂ. നാളെ മോർണിംഗ് ഞങ്ങൾ കസാൻഡ്രയുടെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി വോൾവറീനും ഡെഡ്പൂളും ഫുഡ് കഴിച്ച സ്ഥലത്തോട്ട് പൈറോൺ എന്ന് പറയുന്നവൻ വരുന്നുണ്ട്. ഈ പൈറോ കസാൻഡ്രയുടെ ടീമിലുള്ള ഒരുത്തനാണ്. അവൻ്റെ പവർ കൊണ്ട് അവരെവിടെയുണ്ടെന്നും ശേഷം ബാക്കിയുള്ളവരെ കണ്ടെത്തിയെന്നും അവൻ മനസ്സിലാക്കുന്നു. അതപ്പം തന്നെ പാരഡോക്സിനെ വിളിച്ച് പറയുന്നുണ്ട്. സോ ഇവൻ കസാൻഡ്രയുടെ ആളല്ല, പാരഡോക്സിൻ്റെ ആളാണ്. അങ്ങനെ പാരഡോക്സ് പറയാണ്, നീ എന്തായാലും അവരെയും ആ കസാൻഡ്രനെയും കൊല്ലണം. എന്നാൽ മാത്രമേ നിനക്കുള്ള പ്രതിഫലം കിട്ടുള്ളൂ. ഇവനാണേൽ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. വോൾവറിൻ ഒഴികെയുള്ള എല്ലാവരും വരുന്നുണ്ട്, അതും കസാൻഡ്രയെ തീർക്കാൻ. ആദ്യം തന്നെ അവരുടെ ഗേറ്റ് ഒരു RPG വെച്ച് ബ്ലേഡ് നശിപ്പിക്കുന്നു. ശേഷം അകത്ത് കടക്കുന്നുണ്ട്. എന്നിട്ട് സ്ലോ മോഷനിൽ കിടിലൻ BGM ഒക്കെ ഇട്ട് അങ്ങ് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ഇവർ പോലും പ്രതീക്ഷിക്കാണ്ട് ഡിക്കിനകത്തുനിന്ന് വോൾവറീനും വരുന്നത്. ഒരു കിടിലൻ ടീമ് പോയിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ യുദ്ധം തുടങ്ങി. എല്ലാവരും ഗംഭീര ഫൈറ്റാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഡെഡ്പൂളും വോൾവറീനും അകത്ത് കയറുന്നു. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കസാൻഡ്ര അവരെ രണ്ടുപേരെയും ഒരു വഴിക്കാക്കുന്നു. എന്നിട്ട് വോൾവറിൻ്റെ മൈൻഡിലോട്ട് കയറുന്നുണ്ട്. എന്താണോ അവൻ ലോറയോട് പറഞ്ഞ കഥ, അവർ എക്സാക്റ്റ് സെയിം കഥ കസാൻഡ്രയും വായിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ആ കഥയിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അന്ന് എക്സ്മെൻ മെമ്പേഴ്സ് മരിച്ചപ്പോൾ അതിന് കാരണക്കാരായവരെ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് വോൾവറിൻ കൊന്നുകളഞ്ഞത്. അതുമാത്രമല്ല, ഈ കൊല്ലുന്ന പരിപാടി അവൻ നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ലോകം അവനെ വെറുത്തു. ഇതൊക്കെ അറിയുമ്പോൾ കസാൻഡ്ര പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ ഫ്രീ ആക്കാം. അങ്ങനെ പലതും പറഞ്ഞ് അവൻ്റെ മൈൻഡ് തിരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കസാൻഡ്ര. പക്ഷെ അപ്പോഴേക്കും ലോറ ജോഗർനെറ്റിനെ കൊല്ലുന്നു, ഹെൽമെറ്റ് എടുക്കുന്നു, ഡെഡ്പൂളിന് എറിഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അവളുടെ പവർ ഇല്ലാതായി. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എടാ മണ്ടന്മാരെ, എനിക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് ഊരണം. എനിക്കെൻ്റെ പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾ ഹെൽമെറ്റ് ഊരിയ അപ്പം തന്നെ ഞാൻ നിങ്ങളെ കൊല്ലും. സോ ഇവന്മാർ പിന്നെയും കുടുങ്ങിയെന്ന് വേണേൽ പറയാം. എന്നാൽ ഈ ടൈമിലാണ് പൈറോൺ വരുന്നതും അവളെ അങ്ങ് വെടിവെക്കുന്നതും. അപ്പം തന്നെ അവനിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് വോൾവറിൻ. കാരണം ഈ ബുള്ളറ്റ് കൊണ്ടെങ്ങാനും ഇവൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ യാതൊരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ ഡെഡ്പൂളിനോട് വോൾവറിൻ ഹെൽമെറ്റ് ഊരാൻ പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ വോൾവറിൻ ഭയങ്കര ദേഷ്യത്തിൽ ഹെൽമെറ്റിൻ്റെ മേളിൽ നിന്ന് കൈയെടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ഈ സ്യൂട്ട് കണ്ടോ, ഞാനൊരു എക്സ്മെന്നാ. നിൻ്റെ ബ്രദർ ചാൾസ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊല്ലാൻ എന്നെ ഒരിക്കലും അനുവദിക്കില്ല. ഇത് അയാൾക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് അങ്ങ് ഊരുന്നുണ്ട്. ചാൾസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവൾക്ക് അത്രയും എഫക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ തയ്യാറാവുന്നു. അവൾ പറയാണ്, ഇങ്ങോട്ടൊരിക്കൽ ഒരു മെജീഷ്യൻ വന്നു, അപ്പം തന്നെ ഞാനവനെ തട്ടി. ഇതും പറഞ്ഞ് അവൾ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നുണ്ട്. അതും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോർട്ടൽ തുറക്കുന്ന സാധനം. എന്നിട്ട് സ്പാർക്കിൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ അങ്ങോട്ട് അലായത്ത് വരുന്നുണ്ട്. ഇവർക്ക് വെറും 4 സെക്കൻഡ് മാത്രം. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടുപേരും അങ്ങ് ചാടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ബ്ലേഡും ടീമും. അങ്ങനെ പോർട്ടൽ വഴി ഇവർ വന്ന് വീഴുന്നത് നമ്മളുടെ പീറ്ററിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. അവിടുന്ന് ഇവർ നേരെ TVയുടെ ഔട്ട് പോസ്റ്റായ സബ്വേ സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ ടൈം റിപ്പർ ഏകദേശം റെഡിയായി എന്ന് വേണേൽ പറയാം. അങ്ങനെ ഡെഡ്പൂളിനെയും വോൾവറിനെയും തടയാൻ വേണ്ടി പാരഡോക്സ് പുറത്തോട്ട് വരുന്നു. പക്ഷെ അതേ സെയിം ടൈമിൽ അങ്ങോട്ട് അതാ കസാൻഡ്രയും. കാരണം ഈ ടൈം റിപ്പറിനെ കുറിച്ച് പൈറോൺ ഒക്കെ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ആ ടൈം റിപ്പർ കിട്ടിയ എല്ലാ യൂണിവേഴ്സിനെയും നശിപ്പിച്ച് അവളുടെ വോയിഡ് മാത്രം ബാക്കിയാക്കാം. എന്നിട്ട് അവൾക്കൊരു ദൈവമായി വാഴാം. സോ ഇതൊക്കെയാണ് അവളുടെ ലക്ഷ്യം. അങ്ങനെ ഇതിനായിട്ട് പൈറോന്റെ കഴുത്തൊടിച്ച് പുറത്തോട്ട് വരികയാണ് കസാൻഡ്ര. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും അടിച്ചിടുന്നുണ്ട്. ശേഷം പാരഡോക്സിനെയും കൊണ്ട് പൂവണിവള്. ഇതേ സമയം TVയുടെ സുപ്പീരിയർക്ക് ഈ ടൈം റിപ്പറിന്റെ സിഗ്നൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഡെഡ്പൂളും വോൾവറിനും എഴുന്നേറ്റ് വരുന്നു. പക്ഷേ അപ്പോഴാണ് പോർട്ടലിനുള്ളിൽ നിന്ന് മറ്റേ പട്ടി വരുന്നത്. ഇത് കണ്ടപാടെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഡെഡ്പൂള്. പക്ഷെ നാശം പിടിക്കാനായിട്ട് ദേ വരുന്നു കൂൾപൂള്. അവൻ മാത്രമല്ല, അവൻ്റെ പിന്നാലെ 100 കണക്കിന് ഡെഡ്പൂൾസാണ് വരുന്നത്. അതും പല പല ഗെറ്റപ്പിൽ. സംഭവം വേറൊന്നുമല്ല, കസാൻഡ്രക്ക് ടൈം റിപ്പർ യൂസ് ചെയ്യണമെങ്കിൽ ഡെഡ്പൂളിൻ്റെയും വോൾവറിൻ്റെയും ശല്യം ഉണ്ടാവരുത്.
അതിനു വേണ്ടിയിട്ടാണ് ഇവന്മാരെ മുഴുവൻ കസാൻഡ്ര വിളിച്ച് വരുത്തിയിട്ടുള്ളത്. ഇവന്മാരാണേൽ വെടിവെക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഡെഡ്പൂൾ ആണേലോ വേഗം കൂൾപൂളിനെ പിടിച്ച് ഷീൽഡാക്കി മാറ്റി ഒളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഡെഡ്പൂളിന് മനസ്സിലാവുന്നത്. ഈ കൂൾപൂളിന് ഹീലിംഗ് പവർ ഇല്ല, അതായത് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, കൊണ്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടും അപ്പുറത്ത് ഹോസ്പിറ്റൽ ഉണ്ടെന്നും പറഞ്ഞ് പിന്നെയും പിടിച്ച് പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ പോയിട്ടൊരു നിൽപ്പും. എന്നിട്ട് പറയാണ്, കാല് കടയുന്നുണ്ട് മോനെ, നീ ജീവിക്കും, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ പല പല മോട്ടിവേഷൻ. പക്ഷെ തല പൊട്ടിത്തെറിച്ച് പോകാന്നല്ലാതെ അവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. പാവം കൂൾപൂള്. ഈ സമയത്താണ് വോൾവറിൻ മറ്റേ പട്ടിയെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. പട്ടിയെ അവർക്കെല്ലാവർക്കും ഭയങ്കര കാര്യമാണല്ലോ. സോ വെടിവെക്കൽ നിർത്തി. എന്തായാലും കൂൾപൂളിന്റെ മരണത്തിൽ നിന്ന് ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, ഈ ഡെഡ്പൂൾസിന് ഒന്നും റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ മരിച്ചവന്റെ ഗോൾഡൻ പിസ്റ്റൽ എടുത്ത് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് രണ്ടു പേരും. വോൾവറിനാണേൽ അവന്റെ മാസ്ക് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്, ചോരക്കളിയാണ്. എല്ലാ ഡെഡ്പൂൾസിനെ തീർക്കുന്നുണ്ട്. ഒരു ബസ് മുഴുവൻ ചോരയാക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരെയും കൊന്നു. പക്ഷെ ഇവരൊന്നും കൂൾപൂളിനെ പോലെ അല്ലായിരുന്നു. എല്ലാവരും കൂടെ റീജനറേറ്റ് ചെയ്ത് പിന്നെയും വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു ഡെഡ്പൂള് അങ്ങോട്ട് വരുന്നത്. അത് വേറെ ആരുമല്ല, പീറ്ററാണ്. അവൻ വന്നിട്ട് പറയാണ്, ഈ ഡെഡ്പൂൾ എൻ്റെ ആളാണ്. ഇത് കേട്ടേക്ക് ബാക്കിയുള്ള ഡെഡ്പൂൾസ് ഒക്കെ അടങ്ങി നിൽക്കുന്നുണ്ട്. കാരണം എല്ലാ ഡെഡ്പൂൾ വേൾഡിലും ഓരോ പീറ്റർ ഉണ്ടാവും. അവർക്കൊക്കെ അവനോട് ഭയങ്കര റെസ്പെക്റ്റുമാണ്. പക്ഷെ ഇവിടെ വെയ്ഡിന് മാത്രമാണ് അതില്ലാത്തത്. അങ്ങനെ എല്ലാവരും പീറ്റർ വന്നെന്നും പറഞ്ഞ് ആഹ്ലാദിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ വോൾവറിനും ഡെഡ്പൂളും കൂടെ പാരഡോക്സിന്റെ അടുത്ത് പോകുന്നു. ഇതേ സമയം കസാൻഡ്രയാണേലോ ടൈം റിപ്പൽ ഓൺ ആക്കിയിട്ടുണ്ട്. അത് 100 0 എത്തിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് എന്നേക്കുമായിട്ട് നശിക്കും. ഇതിനെന്താ വഴിയെന്നും ചോദിച്ച് പാരഡോക്സിന് വരട്ടുന്നുണ്ട്. അങ്ങനെ അവൻ വഴി പറഞ്ഞു കൊടുത്തു. ടൈം റിപ്പലിന്റെ താഴെയായിട്ട് 2 കണ്ടക്ടർ ഉണ്ട്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് അതിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയാൽ അത് നിർത്താൻ പറ്റും. പക്ഷെ ആരാണോ അത് യോജിപ്പിക്കാൻ പോകുന്നത് അത് അവരെ കൊന്നുകളയും. അതിനകത്തെ പാർട്ടിക്കിൾസിന് അത്രയും പവർ ഉണ്ട്. അങ്ങനെ ഇത് നിർത്താൻ വേണ്ടി രണ്ടും കൂടെ പോകുന്നുണ്ട്. ഈ സമയത്ത് ഡെഡ്പൂള് പറയാണ്, അത് ഞാൻ നിർത്തിക്കോളാം, ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം നുണയാണ്, ഞാനാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ഈ ടൈമിൽ വോൾവറിനും ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരുന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, നിനക്ക് നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, സോ ഞാൻ പൊക്കോളാം. ഇതും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ വീട് അപ്പോഴേക്കും അവനെ അടിച്ചിടുന്നു, വാതിലടക്കുന്നു. സോ എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഡെഡ്പൂള്. പക്ഷെ അവൻക്കാണെങ്കിലോ തൊട്ടപ്പുറത്തെ തൂണിലോട്ട് കൈയെത്തുന്നില്ല. ഒരൊറ്റ കണ്ടക്ടർ മാത്രമേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഈ സമയത്താണ് വാതിൽ പൊളിച്ച് വോൾവറിൻ വരുന്നത്. അവന്റെ ക്ലോസ് കൊണ്ട് മറ്റേ തൂണിൽ കണക്ട് ചെയ്ത് അവന്റെ കൈയും പിടിക്കുന്നു. അവരാണെങ്കിൽ ഭയങ്കര വേദനയിലാണ്. പക്ഷെ ഒരു വിധത്തിൽ അത് നശിച്ചു. കൂടെ കസാൻഡ്രയും അതിൻ്റെ ഒപ്പം ഇവരും. അങ്ങനെ എല്ലാം അവസാനിച്ചു. TVA സുപ്പീരിയർ വരുന്നു, അതും പാരഡോക്സിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ അവനാണെങ്കിൽ ഓസ്കാർ പെർഫോമൻസ് ആണ്. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേര് ജീവനോടെ തന്നെയുണ്ട്. പാരഡോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാണോ പോകുന്നത് അവർ മരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ 2 പേര് കേബിള് പിടിച്ചു നിർത്തിയോണ്ട് അവർ സേഫാണ്. അത്രയും പവർ ഇവർക്കും ഉണ്ട്. അതുമാത്രമല്ല, പാരഡോക്സിനെ അറസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് ഡെഡ്പൂൾ ഒരു കാര്യം പറയുന്നത്, ആ വോയിഡിനകത്ത് പലരും മറന്നുപോയ ആൾക്കാരുണ്ട്. ബ്ലേഡിനും ടീംസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അതുപോലെ ഈ ലോകന്റെ പാസ്റ്റ് ചേഞ്ച് ആക്കാൻ പറ്റുമോ? ഇത് കേട്ടപാട് സുപ്പീരിയർ പറയാണ്, ആദ്യം പറഞ്ഞതൊക്കെ അത് നടക്കും, പക്ഷെ രണ്ടാമത്തത് അത് നടക്കത്തില്ല. കാരണം അയാളുടെ പാസ്റ്റാണ് ഇന്നീ കാണുന്ന വോൾവറിനെ ഇങ്ങോട്ട് എത്തിച്ച്. സോ പാസ്റ്റ് ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഈ യൂണിവേഴ്സ് റീജനറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റയർ യൂണിവേഴ്സും രക്ഷപ്പെട്ടു. വോൾവറിനും ഡെഡ്പൂളും ആണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച്. അവരുടെ കൂടെയാണെങ്കിൽ ലോറയുണ്ട്. പിന്നെ പോരാത്തേനെ ഡെഡ്പൂളും ഗേൾഫ്രണ്ടും ഒന്നാവാൻ നല്ലൊരു ചാൻസും ഉണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.